എന്തൊക്കെ കഴിക്കണം ഇപ്പൊ കൺഫ്യൂഷൻ. അവിടെ കുറെ ആൾക്കാർ തീ കായുന്നുണ്ടല്ലോ. തീ കായുന്നതല്ല അതാണ് റോസ്റ്റ് മാഷ്മെല്ലോ സ്റ്റീക്ക്. അത് കുഴപ്പമില്ലല്ലോ, ബീഫ് ചുട്ട് കഴിക്കുന്നവര്. ഇതിന്റെ ഉള്ളിൽ ഒരു ഫുഡ് സ്ട്രീറ്റും ചോക്ലേറ്റ് സ്ട്രീറ്റും പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ അതൊക്കെയാണ് ആദ്യം അന്വേഷിച്ചു. ബാക്കി എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റംസ് ഫ്രഞ്ച് ഐറ്റംസ് ആണ് സ്റ്റാർട്ട് ചെയ്യണം. ഫ്രഞ്ച് എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് അല്ലേ. ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബെൽഫാസ്റ്റ് നമ്മൾ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാം റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും വെയിറ്റ് ചെയ്യാം. നമ്മളിന്ന് മാളിന്റെ തൊട്ട് താഴെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടുന്നാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മളിപ്പോ ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിട്ടോ. നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോ അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് ഷോപ്പുകളാണ് ഉള്ളത്. നമുക്കിപ്പോ അവിടെ പോയി നോക്കാം എന്തൊക്കെയുള്ളത്. നമ്മുടെ ബാക്കിൽ കാണുന്ന കേട്ടോ മാർക്കറ്റ്, ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ സ്പെഷ്യൽ രാത്രിയിൽ വരുമ്പോഴാണ് അതിന്റെ വൈബ് കിട്ടുക. പകല് വന്ന ഈ ബൾബ് അറേഞ്ച്മെന്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നൈറ്റ് ആക്കി കേട്ടോ. ഇത് ബെൽഫാസ്റ്റിൽ തുടങ്ങുന്നത് നവംബർ ലാസ്റ്റിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസിന് തൊട്ട് മുമ്പ് 22-ാം തീയതി ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. മൊത്തം ഇതുപോലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്, ആ പരിസരത്ത് മൊത്തം ലൈറ്റ് അറേഞ്ച്മെന്റ് കേട്ടോ. എല്ലാ ഷോപ്പുകളുടെ ഫ്രണ്ടിലേക്ക് ആയിട്ട് മൊത്തം രാത്രി ഒരു വൈബാണ്. ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോകണമെങ്കിൽ എപ്പോഴും രാത്രി തന്നെ കാണാൻ പോകണം. ഇത് നമ്മൾ ബെൽഫാസ്റ്റിലാട്ടോ, UK നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റ്. കണ്ടിട്ട് മലയാളി ഉണ്ട്. ഞങ്ങളപ്പോ ഇതിന്റെ അകത്തേക്ക് കയറാണ്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ഫുഡ് സ്ട്രീറ്റും ചോക്ലേറ്റ് സ്ട്രീറ്റും പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ അതൊക്കെയാണ് ആദ്യം അന്വേഷിച്ചു. ബാക്കി എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ അകത്ത് കയറുന്നതിന് എൻട്രി ഫീസ് ഇല്ല കേട്ടോ. നമുക്കിതിൻ്റെ അകത്ത് കയറുന്നതിന് ഫീസ് ഇല്ല. പക്ഷെ നമ്മൾ ഫുഡൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കണം. പിന്നെ നമുക്ക് ശരിക്കും ഒരു ക്രിസ്മസ് ഫീലാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്മസ് നടന്നുകൊണ്ട്, അതായത് സ്റ്റിൽ ആ ദിവസങ്ങൾ നമുക്ക് ക്രിസ്മസ് ആണെന്ന് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഗിഫ്റ്റുകൾ, ഫുഡ്, ഡ്രിങ്കുകൾ, അതുപോലെ ക്ലോത്തുകൾ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 100ഓളം കടകളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയായിട്ട്. ഇത് വെറൈറ്റീസ് ആയിട്ടുള്ള ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ ആയിട്ടോ അതിൻ്റെ ഷോപ്പാണ്. ഹോട്ട് ചോക്ലേറ്റ്, കാൻഡി കേക്ക്സ് എല്ലാം ഉണ്ട്. എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് അല്ലേ. ഇത് ബർഗറിൻ്റെ കേട്ടോ, എൻജോയ് അവർ ബർഗേഴ്സ് എന്ന് പറയണേ. നല്ല നമുക്ക് പരീക്ഷിക്കാവുന്നതൊക്കെയാണ്. ഹാംബർഗർ, ചീസ് ബർഗർ എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഡോണറ്റ്സിൻ്റെ കടകളുണ്ട്. നമ്മൾ സാധാരണ ലിഡിലിൽ നിന്നൊക്കെ ഡോണറ്റ്സ് മേടിച്ചിട്ടുണ്ട്. അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഡോണറ്റ്സിൻ്റെ കടയാട്ടോ ഇതൊക്കെ. അതെ, ഇത് വീണ്ടും ഹാൻഡിക്രാഫ്റ്റ് ആട്ടോ. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഓപ്പോസിറ്റ് പപ്പാസ് മിനറൽ. ഓ, ഇത് കണ്ടോ, ഇത് ഇന്ന് ഇവിടെ ഈ സർക്കസ് സംഭവങ്ങളൊക്കെ പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതുണ്ടോ, ഇതും ഫുഡിൻ്റെ തന്നെയാണ്. ഇത് ഫ്രാൻസ് ഫുഡുകളാണ് കേട്ടോ. ഗാർലിക് മഷ്റൂം, ഗാർലിക് പ്രോൺസ്, ഗാർലിക്, ഇതെല്ലാം അവരുടെ ഫ്രഞ്ച് ഐറ്റംസ്. പല ഫുഡുകളുടെ ആട്ടോ. യോർക്ക്ഷയർ പുഡിംഗ്, റാപ്പുകൾ, റോസ്റ്റ് ഹാം, റോസ്റ്റ് ബീഫ്, വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കീ ചെയിൻ സംഭവമൊക്കെ ആയിട്ട് ഈ കാണണേ. ഓപ്പോസിറ്റ് സൈഡും അതെ, നമ്മുടെ എന്താ പറയുക, ഹാൻഡിക്രാഫ്റ്റിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയാട്ടോ. മരം കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ അതെന്നാണ്. നമ്മുടെ ഉണ്ണി സെറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, എന്തൊക്കെ കഴിക്കണം ഇപ്പൊ കൺഫ്യൂഷൻ. അവിടെ കുറെ ആൾക്കാർ തീ കായുന്നുണ്ടല്ലോ, അതേ നോക്കിയേ. അത് തീ കായണതല്ല, അത് റോസ്റ്റ് മാഷ്മെല്ലോ സ്റ്റിക്കാണ്. നമ്മളിവിടെ വന്നിട്ട് കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐറ്റം ആണ് കേട്ടോ. അത് മാഷ്മെല്ലോമ ചുറ്റിയിട്ടുള്ള സംഭവം. അത് ബീഫ് ചുട്ട് കഴിക്കുന്ന ആരും ഉണ്ട് കേട്ടോ. ശരിക്കും കാഴ്ചയിൽ അങ്ങനെ നമുക്ക് തോന്നി. ഞങ്ങൾ അതിന്റെ സൈഡിലൊക്കെ പോയി നോക്കി, പിന്നെ മനസ്സിലായത് ചോക്ലേറ്റ് മാഷ്മെല്ലോ ആണെന്ന്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഫുഡിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി കടകളുണ്ട് കേട്ടോ. കണ്ടും മടുത്തും കഴിച്ചു.
ഇതിപ്പോ നമ്മുടെ നേഹൻ ഇഡ്ഡലിയും കൂടെ മദാമപ്പൊടി ട്രൈ ചെയ്യണ്ട കേട്ടോ. നമ്മുടെ നാട്ടിൽ മദാമപ്പൊടിയാന്ന് വിചാരിച്ചാണ് നമ്മൾ മേടിക്കുന്നത്. ഇനി കഴിച്ചൊക്കെ നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഈ സൈഡില് പ്രോൺസ് ഒക്കെ ഉണ്ട്. പ്രോൺസ് എന്റെ ഇഷ്ടവിഭവമാണ്. പ്രോൺസ് ചെമ്മീൻ്റെ ചെമ്മീൻ ഗാർലിക് പ്രോൺസ് കഴിക്കാനാണ് അടുത്ത് നമ്മൾ തയ്യാറ്. എന്തൊരു വലിയ രണ്ടുപേർക്കല്ലേ വേണ്ടുള്ളൂ. ഇപ്പൊ വേണ്ട മധുരം ആദ്യം തിന്നാം. മധുരം ഇതും കൂടി തിന്നാൻ ആവില്ല കേട്ടോ. എന്തോ ഐറ്റംസ് ഒക്കെ അവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കറികൾ. സാമ്പാർ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. നമ്മൾ ട്രൈ ചെയ്യാണ് ഗാർലിക് പ്രോൺസ് ട്രൈ അപ്പൊ നമ്മള് ആദ്യമേ ഫസ്റ്റ് ഐറ്റംസ് ഫ്രഞ്ച് ഐറ്റംസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഫ്രഞ്ച് ഗാർലിക് പ്രോൺസ് ചെമ്മീനാണ് നമ്മുടെ വലിയ ചെമ്മീൻ. പിന്നെ അവരുടെ മയോക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്റെ ഫേവറേറ്റ് ഐറ്റംസ് തന്നിട്ട് കഴിക്കൂല. ചിക്കൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് എന്റെ ഇഷ്ട ഐറ്റംസ് ആണ് പ്രോൺസ്. നല്ല ടേസ്റ്റ് ആകുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായി. പക്ഷെ നെഡിലും നേഹയും കഴിച്ചില്ല. നീതുവിനും വലിയ പ്രിയ അല്ല. ടേസ്റ്റ് നോക്കി അത്രേ ഉള്ളൂ. അങ്ങനെ പ്രോൺസ് നമ്മൾ കാലിയാക്കിട്ടോ. പ്രോൺസ് നമ്മൾ കാലിയാക്കി. ഞങ്ങളപ്പോൾ അടുത്ത ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പയ്യെ നീങ്ങി കേട്ടോ. ഒരുപാട് ഫുഡുകളുടെ കടകളുണ്ട്. രാജ്യങ്ങളുടെ ഫുഡാണ്. ഫ്രാൻസ്, ഇറ്റാലിയൻ, ചൈനീസ്. ഇത് നമ്മുടെ പ്ലേറ്റുകളൊക്കെ ഭംഗിയുള്ള പ്ലേറ്റുകളാണ്. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്ന. ഇത് മഴയായതുകൊണ്ട് ഇത് ടെന്റിന്റെ പിള്ളേർ കളിക്കുന്ന എന്തോ സംഭവം. പക്ഷെ മഴയായതുകൊണ്ട് അവരത് നെറ്റിട്ട് കവർ ചെയ്തേക്കാട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതിന്റെ രാത്രി ഭംഗി കണ്ടോ? ബൾബ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടോ? ഇതിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒരു ബൾബ് നല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ക്യാപ്സും പിള്ളേരുടെ മങ്കി ക്യാപ്പ്, നമ്മുടെ വിന്റർ ഡ്രസ്സുകളൊക്കെ ആട്ടോ ഈ സെക്ഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നതാ ഹോട്ട് ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടോ? ഇവിടേക്ക് വന്നപ്പോൾ ഡ്രസ്സും കമ്മലും കാര്യങ്ങളും. ഈ മാല വളയൊക്കെ നമ്മുടെ ഇന്ത്യൻ വളകളും മാലകളും. നല്ല ഭംഗിയില്ല. ആ കാണുന്ന കടക്കാരോ തീയിട്ടുണ്ടെന്ന് തോന്നല്ലോ. ഒരുപാട് ഐറ്റംസ് ഫുഡിന്റെ ഒരുപാട് കാണാൻ പറ്റും നമ്മൾക്ക് നമ്മുടെ ബാക്കിലൊക്കെ. നമ്മളൊരു സൈഡ് ആ സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഈ സൈഡിലേക്കാണ് പോകാനുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാൻ. ചിലപ്പോ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇത് പേട പോലെ ഇവിടെ അങ്ങനെ നമ്മൾ നോക്കി സൗത്ത് ഇന്ത്യൻ അതേപോലെ ഇന്ത്യൻ ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു കടയിലേക്ക് നമ്മൾ എത്തിപ്പെടുക കേട്ടോ. അതേ നോക്കി അപ്പൊ നമ്മുടെ ഇന്ത്യന്റെ ഷോപ്പ് തൊട്ടിപ്പുറം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബാക്കില് ഷവർമ്മ കിടന്ന് കറങ്ങണ കാണാൻ പറ്റുന്നുണ്ട്. അതേ കിടന്ന് കറങ്ങി. അപ്പൊ നമ്മൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, എങ്ങനെയാ നോക്കാം നമുക്ക് ഷവർമ്മ. ഈ ഷോപ്പിലേക്ക് നോട്ട് നമ്മൾ ഷവർമ്മ, അതുപോലെ തന്നെ ചിക്കൻ, മട്ടൻ, വെജ്, ഒരുപാട് സമൂസ ഐറ്റംസുകൾ, ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചൂടാക്കിയിരിക്കുകയാണ് അവരതുകൊണ്ട്. ലാമ്പ് സമൂസയും ചിക്കൻ സമൂസയും ആയിട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണേ.
ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടി ഫ്രഷ് ആക്കി ചൂടാക്കി സമൂസ ഒക്കെ നന്നായിട്ട് ചൂടാക്കി റെഡിയാക്കി ആയിട്ടോ കൊടുക്കുന്നത്. അതെ, അപ്പം നമ്മുടെ ഷവർമ നമ്മുടെ കൈ കിട്ടി. ഷവർമ നമ്മുടെ കയറത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഷവർമ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അല്ലേ നീതു? ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റംസുകളൊക്കെ അവർ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് സമൂസ, പിന്നെ നമ്മൾ ഇടയ്ക്ക് മട്ടൺ സമൂസ, ചിക്കൻ സമൂസ, പിന്നെ ഷവർമ. നല്ല ടേസ്റ്റ് കിട്ടും എന്തായാലും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഒരു ഷവർമ മേടിച്ചപ്പോ ഞങ്ങൾ ഓർത്ത് ഒന്നോടെ മേടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിച്ചിട്ടും തീർന്നുണ്ടായില്ല, അത്രയ്ക്ക് വലുതായിരുന്നു. സമൂസ പിന്നെ മേടിച്ചു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പിടിക്കുകയാണ്, അടുത്ത വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതെന്താ നോക്കിയേ, പിസ്സ. വെറൈറ്റി ആയിട്ടുള്ള ഹോട്ട് ഡോഗ്സിന്റെ ഐറ്റം ഒക്കെ ഉണ്ടായിട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്രംബിൾസും ഡെസേർട്സും അതൊക്കെ ഇവിടെ ഉണ്ടായിട്ട്. തമ്പായിമാർക്കൊക്കെ ഭയങ്കര വിലയാണല്ലേ. ഇവിടെ കുറേ ഡിസൈനിലും പാറ്റേണിലും ഒക്കെ രൂപത്തിന്റെ ഉണ്ടായിട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ 2.5 മണിക്കൂറൊക്കെ ചിലവ് ചെയ്യാം. എല്ലാ കടയിലും കയറി ഇറങ്ങി വരുമ്പോഴേക്കും അതേ സമയം തീർന്നു വെക്കോളും. ഫുൾ എൻജോയ്മെന്റ് ആണ്, ഫുൾ കളർഫുള്ളാണ്. ലൈറ്റൊക്കെ ഇട്ട് എല്ലാ കടയിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബർഗേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ബീഫ്, ചിക്കൻ, ലാമ്പ്, ടർക്കി, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പണം പോയി പവർ അങ്ങോട്ട് പറ്റിയെന്ന്. അത് തന്നെ, എല്ലാ കടയിലും കയറി ഇറങ്ങാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, പിന്നെ കാണാൻ ആസ്വദിക്കുക. ഇവിടെ ക്രെപ്സിന് ഷോപ്പൊക്കെ ഉണ്ടായി. നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവറിൽ എടുക്കാം. ന്യൂട്ടലിയോ സ്ട്രോബെറിയോ കസ്റ്റമൈസ് ചെയ്യാം. ഫുള്ളും ചുറ്റിക്കറങ്ങലാണ് ഞങ്ങളുടെ പരിപാടി മെയിനായിട്ടും. കണ്ടില്ലേ, ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. പറഞ്ഞേ ചില്ലി ചിക്കൻ അല്ലേ? അപ്പൊ ഇനി നമ്മൾ അടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണ്ട. അപ്പൊ ചില്ലി ചിക്കൻ ആണ് നമ്മുടെ ബാക്കിലിരിക്കണേ. ചില്ലി സോൾട്ട് ചിക്കൻ. അവരാണെങ്കിൽ ഫ്രൈസും അതുപോലെ ചിക്കനും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയറിങ്ങിലാണ്. ഞങ്ങൾ വെയിറ്റിങ്ങിലുമാണ്. I will upload after I send you. Thank you. Send it to the Instagram account, okay? Yeah. പിന്നെ അവർ ഞങ്ങളോട് ഇൻസ്റ്റാഗ്രാം പേജിനെ പറ്റി ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങൾ യൂട്യൂബേഴ്സാണ്. പിന്നെ കൊളാബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞങ്ങൾ ടാക്കോ സോസും മായോയും കെച്ചപ്പൊക്കെ ഒഴിച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കടയും കാണാൻ നല്ല ഭംഗിയാണ്, ഫുഡും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോകുമ്പോഴും അവൻ പറഞ്ഞാൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മഴ ഉണ്ടാവും പറഞ്ഞാൽ. മഴ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അത് ശല്യം ചെയ്തൊന്നുമില്ല അല്ലേ? കയറിയിട്ടുണ്ടോന്നും വന്നില്ല. അല്ല, വലിയ മഴ ശല്യം ചെയ്തില്ല, ചെറുതായിട്ടൊന്നും പൊടിഞ്ഞു അത്ര തന്നെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബെൽഫാസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് നമ്മളപ്പോ ഇങ്ങനെ ഇപ്പൊ കണ്ടില്ല എല്ലാവരും. അപ്പൊ പൊളി ഫുഡ്, നല്ല അടിപൊളി ഫുഡ്. ഞങ്ങളിപ്പോ സ്പെയിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്തു, ഫ്രാൻസ് ചെയ്തു, പിന്നെ നമ്മുടെ സമൂസ കഴിച്ചു, ഷവർമ കഴിച്ചു, തായ്ലൻഡ്, ചൈന, അങ്ങനെ ഒരുപാട് ഫുഡുകളൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് കൂടുതൽ സ്ഥലവും എനിക്ക് ഫുഡ് ഐറ്റംസ് ഇവിടെ പ്രധാനമായിട്ട്. ഫുഡ് സ്ട്രീറ്റ് ആണ് മെയിനായിട്ട്. അടിപൊളിയായിട്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ബെൽഫാസ്റ്റ് മാർക്കറ്റിന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.